മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ സിനിമ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അമിത് ചക്കാലക്കൽ നായകനായ അസ്ത്ര മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. സോ മനോരമ മാക്സിന്റെ കണ്ണ് മൂട്ടിലാണ് എന്നുള്ളത് ഒന്നും കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഒരാൾക്കും വേണ്ടാത്ത ഭയങ്കര ചവറായിട്ടുള്ള സിനിമകൾ എവിടെയെങ്കിലും ഉണ്ടോ അതൊക്കെ ഞങ്ങൾ എടുക്കും. ആർക്കും വേണ്ടാത്ത ചവറുകൾ കൂട്ടാനുള്ള സ്ഥലമാണ് മനോരമ മാക്സ്. മെഴുക് പ്രതിമയുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. മാഡം തുസാച്ചിന്റെ മ്യൂസിയത്തിൽ പോലും ഇത്ര മെഴുക് പ്രതിമകൾ ഉണ്ടാവില്ല. അത്രയും നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ളത്. ഒരുവിധം കുറെ പടങ്ങളുണ്ട് ഇപ്പോഴും നല്ല സിനിമകൾ OTT റിലീസ് ചെയ്യാത്തത്. അതൊന്നും ആരും എടുക്കില്ല, എസ്പെഷ്യലി മനോരമ മാക്സ് എടുക്കുകയില്ല. സോ അമിത് ചക്കാലക്കലിന്റെ കുറെ പടങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. ഈ എനിക്ക് തേര് പറഞ്ഞിട്ടൊരു പടം യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദാറ്റ് ഈസ് മൈൽസ് എഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ സീരീസ് ഓഫ് മേർഡേഴ്സ് നടക്കുന്നു. ഒരു ഫോറസ്റ്റ് ഓഫീസറിനെ ആരൊക്കെ വന്ന് കൊല്ലുന്നു, അതേപോലെ തന്നെ ഒരു SI കൊല്ലുന്നു. ഈ രാത്രി ഒരു 12 ഒരു 2 മണി ആവുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകും. കറണ്ട് പോകുന്ന സമയത്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കറുത്ത മാസ്കും ബ്ലാക്ക് ഇട്ടിട്ട് തീരൻ അധികാരമുണ്ട് നമ്മുടെ കാർത്തിയുടെ സിനിമയിൽ വരുന്ന പോലെ വരും. എന്റെ വാതിലൊക്കെ ചവിട്ടി പൊളിക്കും. വാതിൽ അവർ എപ്പോഴാണ് ചവിട്ടി പൊളിക്കുക വെച്ചാൽ വാതിൽ എപ്പോൾ തുറക്കണോ അപ്പോഴേ അവർ ചവിട്ടി പൊളിക്കുള്ളൂ. അതുവരെ അവരെ കാല് പൊന്തില്ല തോന്നുന്നു. തളർവാദം വന്ന കാലാണ് തോന്നുന്നു. സോ പിന്നീട് ഈ കേസ് വന്നിട്ട് നമ്മുടെ അമിത് ചക്കാലക്കലിന് കിട്ടുന്നു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. സോ യൂഷ്വലി അമിത് ചക്കാലക്കലിന്റെ പടങ്ങളിൽ ആൾ അടിപൊളിയായിരിക്കും. പടം ഫ്ലോപ്പ് ആണോ അല്ലെങ്കിൽ വേസ്റ്റ് ആണോ കാര്യമില്ല. ഇതിൽ ഇങ്ങേർക്ക് ഒന്നും ചെയ്യാനില്ല. ഏത് നേരം ഒരു ചായ കുടിക്കുക, ഒരു സിഗരറ്റ് വലിക്കുക. ആൻഡ് ഇങ്ങേര് വരുമ്പോ സ്ലോ മോഷനിൽ അസത്ത് തോമ പറഞ്ഞിട്ട് ഒരു BGM ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇങ്ങനെ കളിയാക്കാൻ വേണ്ടി ഇട്ട് കൊടുത്താണോ എന്ന് പേഴ്സണലി എനിക്ക് അറിയില്ല. അത്രയും കിടിലൻ ഒരു BGM ആയിരുന്നു. ആൻഡ് ഇതിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ മുകളിലുള്ള ഓഫീസറായിട്ട് സന്തോഷ് കീഴാറ്റൂരാണ് അഭിനയിച്ചിരിക്കുന്നത്. ആള് കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഒന്ന് എടുക്കട്ടെ എന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഗണ്ണോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാനായിരിക്കും പറഞ്ഞപ്പോ ഒരു ബബിൾ കം എടുക്കട്ടെ എന്ന്. എന്താ ചോദിച്ചപ്പോ ജോ ബോണിന് നല്ലതാണ്. ഞാൻ വെച്ചാൽ ഇങ്ങനെ ഇനി പോലീസ് ഓഫീസറാണോ അല്ല വല്ല ഓർത്തോന്റെ സ്പെഷ്യലിസ്റ്റ് ആണോ എന്ന്. ഇതിലും നല്ലതൊരു ലോട്ടറി എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ കുറെ ഉണ്ട്, കുറെ ഇതിലത്തെ കാസ്റ്റ് കിടുവാണ്. കാരണം വന്നവനും പോണവനൊക്കെ കയറി അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പൈസ കൊടുത്ത് അഭിനയിച്ചിരിക്കുന്നതാണ് തോന്നുന്നു. മുഖത്ത് ഒരു തുള്ളി എക്സ്പ്രഷൻ പറയുന്ന സാധനമില്ല. മെഴുക് പ്രതിമകൾ വരെ തോറ്റുപോകുന്നു വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതിലൊരു ഫോറസ്റ്റ് ഓഫീസർ എന്തോ ആയിട്ട് നമ്മുടെ സന്ധ്യ മനോജിന്റെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നത് ആ ചേച്ചി അതിലേറെ കിടുവാണ്. ഫോറസ്റ്റ് ഓഫീസറിന്റെ മകൻ എന്തോണ് മരിച്ചിരിക്കുന്നത്. ആളുടെ അടുത്ത് പോയിട്ട് കൂല്യ എന്നൊക്കെ പറയുന്നുണ്ട്. എന്റെ പൊന്നി ചേച്ചി, ആ ചെറുക്കന്റെ കയ്യിൽ കൂളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വേണമെങ്കിൽ വല്ല പെട്ടിക്കടയിൽ പോയി ചോദിക്കും. സോ ഈ സിനിമ എനിക്ക് പേഴ്സണലി ഒട്ടും മറക്കാത്ത വൻ വേസ്റ്റ് പടം എന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്ക് ഇത് വൻ കിടുവായിട്ട് തോന്നിയിട്ടുണ്ടാവും. കലാഭവൻ ഷാജോണൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. അങ്ങേരൊക്കെ വന്നിട്ട് എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു സാമ്പാറായിട്ട് ഒന്നുമില്ല. അങ്ങേർക്കൊന്നും പെർഫോം ചെയ്യാൻ ഒരു സാധനമില്ല. ഇതില് ആരാണ് വില്ലൻ വില്ലത്തി എന്നുള്ളത് ആ പേഴ്സണെ കാണിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അത്രയും പ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ സിനിമ. ആൻഡ് ഈ സിനിമയിൽ ഇവരുടെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വൻകിടുവാണ്. ഫസ്റ്റ് നടന്ന മേർഡറും സെക്കൻഡ് നടന്ന മേർഡറും തമ്മിൽ കണക്ഷൻ ഒക്കെ ഉണ്ട് എന്ന് വലിയ കണ്ടുപിടുത്തമായിട്ട് പറയുന്നു. ഈ ചേക്കിലെ കൊച്ചുങ്ങൾക്ക് വരെ അത് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല. സോ അജാതി ഒരു പടമാണ്. ഇതിലും നല്ല സിനിമയാണ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നു 2022 എന്തോ ഇറങ്ങിയ പടം. അത് ഇപ്പോഴും ഒരു OTT എടുത്തിട്ടില്ല. ഇത് 2023 ഇറങ്ങിയ സിനിമയാണ്. ആൻഡ് ഫൈനലി മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. ഒന്നുമില്ലാത്തൊരു പടം. സ്റ്റിൽ ഈ സിനിമയിൽ എനിക്ക് പോസിറ്റീവായി തോന്നിയത് അസ്ത്ര എന്ന് എഴുതി കാണിക്കുന്ന ആ ടൈറ്റിൽ കാർഡ് കിടുവായിരുന്നു. ആ സമയത്ത് ഒരു BGM ഉണ്ട്, അത് നൈസായിരുന്നു. പിന്നെ വന്നിട്ട് ഇവര് ഒരു കേസ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഉറുമ്പിന്റെ കാര്യം പറയുന്നുണ്ട്, അത് നൈസായിരുന്നു. ബാക്കി ഒന്നുമില്ല. 2 മണിക്കൂർ എന്തുകൊണ്ട് സിനിമ, ബാക്കി ഒരു വസ്തു ഇല്ലാത്തൊരു പടം. സോ യൂഷ്വലി കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പടങ്ങൾ പറയുമ്പോൾ തന്നെ ബോറായിരിക്കും. എന്നാലും ഞാൻ അമിത് ചക്കാലക്കലിന്റെ പടം എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രതീക്ഷ കണ്ടതാണ്. ഒന്നുമില്ല. ടുവേർഡ്സ് എൻഡ് ആ റിവെഞ്ചിന് പറയുന്ന റീസൺസ് ഒക്കെ വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇവരിൽ എങ്ങനെ തോക്ക് വന്നു, അല്ലെങ്കിൽ ഇവര് കരാട്ടെ, കുംഫു, കളരിപ്പയറ്റൊക്കെ എങ്ങനെ പഠിച്ചു എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല സിനിമ കണ്ടിട്ട്. സോ കണ്ടു നോക്കുക. ചിലർക്ക് ഇത് വൻ കിടു പടമായിട്ട് തോന്നും, ചിലർക്ക് ഇത് വൻ വേസ്റ്റ് പടമായിട്ട് തോന്നും. ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷെ ഇവരൊക്കെ ചെയ്യണോണ്ട് ഒരു ഗുമ്മും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. എല്ലാത്തിനും എടുത്ത് ഗുസ്തിയിൽ ഇട്ടിട്ട് നിലത്ത് അടിക്കുന്ന പോലെ അടിക്കുന്നുണ്ട്. സോ വേണ്ടവർ കണ്ടു നോക്കാം മനോരമ മാക്സിൽ.